ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കണ്ടേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ബട്ടർ പനീർ ഉണ്ടാക്കിയെടുത്താലോ? അത് ഈസി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 2 വലിയ സവാള, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളകും, ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 10 കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയിൽ നിന്ന് വളരെ ചെറിയ സൈസിലൊന്നും അരിഞ്ഞെടുക്കേണ്ട, അറഞ്ചം പുറഞ്ചനെ വെട്ടിയിട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി ഒന്ന് മെൽറ്റായി വന്ന ശേഷം നമ്മുടെ പ്രധാന ഐറ്റം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീറാണ്. ഇതിലേക്ക് 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പനീർ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് മൂത്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ്, കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീറും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റായി ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പനീറിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ഒറിഗാനോ ആണ്. ശേഷം ഓർഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടർ പനീർ ഇവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് എൻ്റെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് നേരമായിട്ട് വഴട്ടിയെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് ട്രൈ ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കൂടി അറിയിക്കണേ. അപ്പം പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്